കൊടവലം മോഹനം ഗുരുസന്നിധിയുടെ 5ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും ഇത്തവണയും പ്രൗഢോജ്വലമായി. രാമനഗരം ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ പരിപാടി ആനന്ദാശ്രമം മഠാധിപതി സ്വാമി മുക്താനന്ദ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. പ്രശസ്ത സംഗീതജ്ഞൻ സംഗീതപൂർണ്ണ ശ്രീ കാഞ്ഞങ്ങാട് ടി.പി. ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ കൊടവലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോഹനം ഗുരുസന്നിധിയുടെ 5ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവുമാണ് ആദ്യാവസാനം പ്രൗഢോജ്വലമായി പര്യവസാനിച്ചത്. രാമനഗരം ശ്രീരാമക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തിയ പരിപാടി രാവിലെ ആനന്ദാശ്രമം മഠാധിപതി സ്വാമി മുക്താനന്ദ ഉദ്ഘാടനം ചെയ്തു. ജ്ഞാനകൃഷ്ണ സ്വാമി തൻ്റെ മൊബൈലിൽ കൂടി ആദരണീയനായ ജയചന്ദ്രൻ പാടിയ ഒരു പാട്ട്, നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാടുകൂടം കണ്ടെത്തിയോ ഞാൻ, നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്ന ആയിരത്തിലല്ലയോ ഞാൻ. ആ രാഗം, അതിൻ്റെ താളം, അത് അദ്ദേഹം പറയുമ്പോൾ അതിൽ ആ സാഹിത്യത്തിൽ കൂടിയുള്ള യാത്ര, അത് നമ്മുടെ തൊട്ടുനോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തതായ ഒരു എന്താ പറയുക, സന്തോഷമല്ല, ഒരു നിറയും ഇന്നുമുണ്ടല്ലോ. സംഗീതത്തിന് അതിൻ്റേതായതായ ഇതിൽ കുറച്ചുകൂടി നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സാഹിത്യം ഉള്ളിലുള്ള സർവീശ്വരനെയും നമ്മളെയും അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സ്വാമിജിക്കായി ടി.പി. സോമശേഖരൻ ശ്രീരാമകൃതികൾ പാടി സമർപ്പിച്ചു. ക്ഷേത്രസന്നിധിയിലെത്തിയ സ്വാമിജിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. തുടർന്ന് മോഹനം ഗുരുസന്നിധിയിലെ സംഗീതാർത്ഥികൾ നാദാർച്ചനയും നടത്തി. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ടി.പി. ശ്രീനിവാസനും ശിഷ്യരും ചേർന്ന് കീർത്തനമാലിക സമർപ്പണം നടത്തി. വൈകുന്നേരം 4 മണിയോടെയായിരുന്നു പുരസ്കാര സമർപ്പണം. പ്രശസ്ത വയലിൻ വാദകൻ തിരുവിഴ ശിവാനന്ദന് മോഹനം സാരഥി ടി.പി. ശ്രീനിവാസൻ പുരസ്കാരം സമ്മാനിച്ചു. സംഗീതം ഞാൻ വിചാരിച്ച പോലെയൊന്നും എനിക്ക് ആവാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ടാവുന്ന മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അങ്ങനെ ഒരു സംരംഭം ഞാൻ അവിടെ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം അതിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഏതൊരു വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ശിഷ്യന്മാർ ഒരുപാട് പേര് വളരെ സജീവമായിട്ട് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ 2019 സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും 6 വർഷമായി. ഇതിൽ നമ്മൾ ആ കോവിഡിൻ്റെ ഒരു വർഷം -8 5 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ 5ാമത്തെ ആ ഒരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ നാട്ടിൽ ഞാൻ സംഗീതം പഠിക്കാൻ പോകുന്ന കാലത്തൊന്നും ഇവിടെ സംഗീതം കാര്യമായിട്ടൊന്നും എനിക്ക് അങ്ങനെ കേൾക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കർണാടിക് മ്യൂസിക് എന്തെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ 15ാമത്തെ വയസ്സിലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. ഏതായാലും അപ്പോൾ എൻ്റെ നാട്ടിൽ കുറേ പേർക്ക് ഇത് പകർന്നു കൊടുക്കാനും കേൾപ്പിക്കാനും അതുപോലെ ഇതുപോലെയുള്ള മഹത് വ്യക്തിത്വങ്ങളെ കൊണ്ടൊന്ന് ആദരിക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ ശിഷ്യന്മാർ തരുന്ന ഒരു വലിയ സന്തോഷമാണ്. ചടങ്ങിൽ സംഗീതജ്ഞൻ ടി.പി. സോമശേഖരൻ അധ്യക്ഷനായി. കവിയും ഗാനരചയിതാവുമായ എം കെ ഗോപകുമാർ, പ്രകൃതി കലാസാംസ്കാരിക പ്രവർത്തകൻ വിജയ് നീലകണ്ഠൻ എന്നിവർ ആശംസകൾ നേർന്നു. ഇത്തവണത്തെ പുരസ്കാര ജേതാവ് തിരുവിഴ ശിവാനന്ദൻ മറുപടി പ്രസംഗം നടത്തി. മനോജ് പയ്യന്നൂർ സ്വാഗതവും ശാലിനി കമലാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.